ഗാസയുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് ഹമാസിനെ നിരായുധീകരിക്കുക എന്നതാണ്. എന്നാൽ ഗാസയിലെ വെടിനിർത്തൽ ചർച്ചയുടെ ഗതി തന്നെ മാറ്റിമറിച്ച് ഹമാസ് ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. തങ്ങൾ ആയുധങ്ങൾ കുഴിച്ചിടാം, പക്ഷേ പൂർണ്ണമായി അടിയറവ് പറയില്ല എന്നാണ് ഹമാസ് പറയുന്നത്. ഇസ്രയേൽ തള്ളുന്നുവെങ്കിലും ഹമാസിന്റെ ഈ നിർദ്ദേശം അമേരിക്കയെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ്. അതിന് കാരണം തുർക്കിയുടെ ചില നയതന്ത്ര നീക്കങ്ങളാണ്, അവരുടെ ലക്ഷ്യങ്ങളാണ്. ഈ നീക്കത്തിലൂടെ ഹമാസും തുർക്കിയും എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന പ്രധാന ചോദ്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെടിനിർത്തൽ നിർണായകമായ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് തുർക്കിയെ കൂട്ടുപിടിച്ച് ഹമാസ് പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഗാസ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തെ കാത്തിരിക്കുന്നത് അഗ്നിപരീക്ഷകളാണ് എന്ന് പറയാം. ഹമാസ് വിദേശകാര്യ മേധാവി ഖാലിദ് മിഷേൽ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ നിർദ്ദേശം വിശദമായി നമുക്ക് പരിശോധിക്കാം. വെടിനിർത്തലിന് ഹമാസ് തയ്യാറാണ്, അതാണ് അവർ പറയുന്ന കാര്യങ്ങൾ. അതായത് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: 7 വർഷം മുതൽ 10 വർഷം വരെയുള്ള കാലയളവിൽ വെടിനിർത്തലിന് തയ്യാറാണ്. ഈ സമയത്ത് ഹമാസിന്റെ പക്കലുള്ള ആയുധങ്ങൾ പൂർണ്ണമായി ഒളിപ്പിച്ചു വെക്കും, ഉപയോഗിക്കില്ല, പകരം കുഴിച്ചിടും, അത് ഉറപ്പു തരാം. പക്ഷേ ആയുധം പൂർണ്ണമായും ഇസ്രയേലിന് കൈമാറുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കുന്നത് സംഘടനയുടെ ആത്മാവിനെ ബാധിക്കുന്ന കാര്യമാണ് എന്നും മിഷേൽ പറയുന്നു.